അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സൂപ്പ് റെസിപ്പിയാണ്, സ്വീറ്റ് കോൺ സൂപ്പ്. ഇതിൽ ഞാൻ കോൺ സ്റ്റാർച്ചോ അല്ല മൈദയോ ഒന്നും ചേർക്കാതെ നല്ല കട്ടിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് ബീൻസ് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കോണും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പകുതി കോൺ നേരത്തെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകുതി കോൺ ഇതുപോലെ മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഇതൊരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നതിൻ്റെ ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിന്. ഇപ്പം തണിഞ്ഞിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഇനി ഇതിൽ നിന്ന് ഈ പീസ് എടുത്ത് മാറ്റി കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത കോണും നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾ എല്ലാം കൂടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. സൂപ്പ് റെഡിയാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ചെടുത്ത മിക്സർ വെച്ച് കൊടുക്കാം. പിന്നെ അതേ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് കട്ട് ചെയ്തെടുത്ത് പോണും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അത് ഞാൻ 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ പതച്ച് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദ കലക്കിയിട്ട് ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. അത് 1 മുറി ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല കിഡിലെ സൂപ്പ് റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക്
മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.